1930കളുടെ അവസാനകാലം ഓപ്പറേഷൻ ബർബോസ എന്ന പേരിൽ ഹിറ്റ്ലർ അന്നത്തെ സോവിയറ്റ് യൂണിയനു നേരെ സൈനിക ആക്രമണം ആരംഭിക്കുന്നതിനും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സോവിയറ്റ് യൂണിയന്റെ തെക്കൻ മലനിരകൾക്കിടയിലെ താഴ്വാരങ്ങളിൽ ഒട്ടനേകം ചെറുഗ്രാമങ്ങളുണ്ടായിരുന്നു. ഭക്ഷ്യവിളകൾക്ക് പുറമെ ഇത്തരം ചെറുഗ്രാമങ്ങളിൽ കിലോമീറ്ററുകളോളം പരന്ന പരുത്തിച്ചെടിത്തോട്ടങ്ങളും സാധാരണമായിരുന്ന കാലമായിരുന്നു അത്. പരുത്തിക്കും പരുത്തി ഉൽപ്പന്നങ്ങൾക്കും യൂറോപ്പിന് അകത്തും പുറത്തും കിട്ടിയിരുന്ന വലിയ സ്വീകാര്യത ഇത്തരം ചെറുഗ്രാമങ്ങളിലെ കർഷകരെ വല്ലാതെ പരുത്തി കൃഷിയിലേക്ക് ആകർഷിച്ചു. അത്തരത്തിൽ വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് തന്നെയാണ് ആന്റണി എന്ന ചെറുപ്പക്കാരനും പരുത്തി കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. തുടക്കത്തിൽ പരുത്തി കൃഷി ചെയ്ത് വിളവെടുത്ത് ദൂരെ പട്ടണത്തിൽ കൊണ്ടുപോയി വിൽക്കുക മാത്രമാണ് അയാൾ ചെയ്തിരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അയാൾ അതിൽ വിജയം കാണുന്നു. അങ്ങനെയിരിക്കെ അന്നാട്ടിലെ മറ്റൊരു പ്രമാണിയുടെ മകളായ ജൂലിയറ്റുമായി അയാൾ പ്രണയത്തിലാകുന്നു. നല്ലൊരു കർഷകനും കഠിനാധ്വാനിയും അത്യാവശ്യം സമ്പന്നനുമായ അയാൾക്ക് തന്റെ മകളെ വിവാഹം ചെയ്തു നൽകുന്നതിൽ ജൂലിയറ്റിന്റെ പിതാവിനും എതിരൊന്നും ഉണ്ടായിരുന്നില്ല. വിവാഹത്തോടെ അയാളുടെ കച്ചവടവും സമ്പത്തും എല്ലാം അല്പം കൂടി മെച്ചപ്പെട്ടു. ഏറെ വൈകാതെ മരിയറ്റ് എന്ന പേരിൽ അവർക്കൊരു കുഞ്ഞുകൂടി ജനിക്കുന്നു. അപ്പോഴേക്കും വെറും പരുത്തി മാത്രം ദൂരെ പട്ടണത്തിൽ കൊണ്ടുപോയി വിറ്റിരുന്നതിൽ നിന്നും പരുത്തി സ്വയം കൃഷി ചെയ്തും മറ്റു കർഷകരിൽ നിന്നും വാങ്ങിയും ഭാര്യ ജൂലിയറ്റിൻ്റെയും മകൾ മരിയറ്റിൻ്റെയും സഹായത്തോടെ പരുത്തി വസ്ത്രങ്ങളും പുതപ്പുകളും മറ്റുമുണ്ടാക്കി പട്ടണത്തിൽ കൊണ്ടുപോയി വിൽക്കുന്ന നിലയിലേക്ക് ആന്റണി വളരുന്നു. അതിനായി അയാൾ പട്ടണത്തിൽ ഒരു കടമുറിയും വാങ്ങുന്നു. അതോടെ ഒരിക്കൽ കച്ചവടത്തിന് ആവശ്യമുള്ള വസ്ത്രങ്ങൾ തയ്യാറായാൽ അതുമായി അയാൾ പട്ടണത്തിലേക്ക് പോകും. പിന്നീട് 6 മാസങ്ങൾക്ക് ശേഷം അടുത്ത പരുത്തി വിളവെടുപ്പ് കാലത്തേക്കാണ് അയാൾ തിരിച്ചു വരിക. കഴിഞ്ഞ തവണ തനിക്ക് പരുത്തി തന്നവർക്കുള്ള വിലയും അയാൾ അപ്പോഴാണ് നൽകാറ്. ഓരോ തവണ വരുമ്പോഴും മകൾ മരിയറ്റിനായി അയാളുടെ കയ്യിൽ ഒരു 100 സമ്മാനങ്ങൾ ഉണ്ടായിരിക്കും. പാവകൾ, മുത്തുമാലകൾ, അങ്ങനെ പലതും. എന്നാൽ അതിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടം ചുവന്ന കടലാസിൽ പൊതിഞ്ഞ പുളിയും മധുരവും കലർന്ന ആ മിഠായിയാണ്. അവൾക്ക് അയാൾ എന്നും ഒരു ഹീറോയായിരുന്നു. 6 മാസക്കാലത്തിനു ശേഷമുള്ള ഓരോ വരവിലും അയാളുടെ തോളിലിരുന്ന് അവൾ ആ ഗ്രാമമാകെ ചുറ്റി നടക്കും. കൂട്ടുകാരോട് അച്ഛനെപ്പറ്റി വീമ്പു പറയും. വിളവെടുപ്പിന്റെ കാലത്ത് അയാൾക്കൊപ്പം വിളവെടുക്കാൻ കൂടും. എന്നാൽ അതേസമയം ഓരോ തവണത്തെ മടങ്ങിപ്പോക്കും അവളെ വല്ലാതെ വിഷമിപ്പിക്കുകയും ചെയ്യും. അയാൾ വരുന്നതുവരെ അവൾ അവൾക്കായി നാളെണ്ണി കാത്തിരിക്കും. 5 മാസം കഴിഞ്ഞാൽ വീടിന്റെ പടിക്കൽ നിന്ന് നദിക്ക് കുറുകെയുള്ള ആ പാലത്തിലേക്ക് കണ്ണും നട്ട് അവൾ അച്ഛനെ കാത്തിരിക്കും. അവൾക്കറിയാം ഇനി ഏതു നിമിഷവും അയാൾ ആ പഴയ തടിപ്പാലത്തിന് കുറുകെ അവളെ നോക്കി കൈവീശിക്കൊണ്ട് ഓടി വരാമെന്ന്. 1941 ഫെബ്രുവരിയിലാണ് ആന്റണി അവസാനമായി പട്ടണത്തിലേക്ക് പുറപ്പെടുന്നത്. അപ്പോഴേക്കും മരിയറ്റിന് 10 വയസ്സ് കഴിഞ്ഞിരുന്നു. പതിവ് പോലെ തന്നോടും അമ്മയോടും യാത്ര പറഞ്ഞ് പാലത്തിലൂടെ നടന്നു നീങ്ങുന്ന അയാളെ മരിയറ്റ് നിറകണ്ണുകളോടെ നോക്കി നിന്നു. ദൂരെ പാലത്തിൽ നിന്ന് അയാൾ തന്റെ തൊപ്പിയൂരി വീശി കാണിച്ചുകൊണ്ട് നടന്നു നീങ്ങി. മാസങ്ങൾ കടന്നു. നാട്ടിൽ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. പോയ വർഷങ്ങളിൽ പോളണ്ടിനെയും ഡെർമാക്കിനെയും ഒക്കെ ക്രൂരമായി ആക്രമിച്ച ജർമ്മൻ പട ഇപ്പോൾ സോവിയറ്റ് യൂണിയനിലേക്കും കടന്നുകയറിയിരിക്കുന്നു. അതിൻ്റെ പ്രവിശ്യകൾ ഓരോന്നായി ജർമ്മൻ സൈന്യം കീഴടക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്ത ഏറെ ഭീതിയോടെയാണ് മരിയറ്റിന്റെ നാട്ടുകാർ അറിയുന്നത്. പട്ടണങ്ങൾ ഓരോന്നായി ശത്രു സൈന്യം കീഴടക്കിക്കൊണ്ടേയിരിക്കുന്നു. അവിടെ മുതലാണ് മരിയറ്റിന്റെയും ജീവിതം കീഴ്മേൽ മറിയുന്നത്. അച്ഛൻ പോയിട്ട് അപ്പോഴേക്കും 6 മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. വാർത്തകൾ പലതും നാട്ടിൽ പരന്നു. അയാൾ കച്ചവടം നടത്തിയിരുന്ന പട്ടണത്തിൽ ജർമ്മൻ യുദ്ധവിമാനങ്ങൾ ബോംബാക്രമണം നടത്തിയെന്നും നിരവധി പേർ മരണപ്പെട്ടു എന്നുമൊക്കെ നാട്ടിൽ വാർത്ത പരന്നതോടെ അവളുടെയും അമ്മ ജൂലിയറ്റിന്റെയും സ്ഥിതി കൂടുതൽ വിഷമത്തിലായി. മാസങ്ങൾ കഴിയുന്നതോടെ ആ കുടുംബം നന്നേ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തി. ആന്റണിക്ക് പരുത്തി കൊടുത്ത പലരും കിട്ടാനുള്ള പണം ആവശ്യപ്പെട്ട് ആ വീടിന് മുന്നിൽ തടിച്ചുകൂടി. ഏറെ പണിപ്പെട്ട് അമ്മ അവരെ ഒക്കെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും കുഞ്ഞു മെരിയറ്റ് അച്ഛൻ വരുന്നത് മാത്രം സ്വപ്നം കണ്ടു.
കടങ്ങൾ വീടാനായി ജൂലിയറ്റ് മറ്റു പരുത്തിത്തോട്ടങ്ങളിൽ ജോലിക്ക് പോകാൻ ആരംഭിച്ചു. അവളുടെയും മകളുടെയും പല ആഭരണങ്ങളും പണയത്തിലായി. തൻ്റെ പ്രിയപ്പെട്ടവൻ ഇനി തിരികെ വരികയില്ല എന്ന് അവൾ മെല്ലെയെങ്കിലും ഉൾക്കൊണ്ടു. എന്നാൽ മകൾ മരിയറ്റിൻ്റെ കാത്തിരിപ്പ് അവളിൽ കൂടുതൽ ഭീതിയുണ്ടാക്കുകയായിരുന്നു. അമ്മ ജോലിക്ക് പോകുന്ന നേരമെല്ലാം വീട്ടുജോലികൾ ചെയ്ത മരിയറ്റ് ഏറെ സമയം വീട്ടുപടിക്കൽ ആ പാലത്തിലേക്ക് തന്നെ നോക്കിയിരുന്നു. അയാൾ അവസാനമായി കൊണ്ടുകൊടുത്ത പുത്തൻ ഉടുപ്പുകളൊക്കെ നിറം മങ്ങി കീറിപ്പറഞ്ഞു. മുൻപ് തന്നെ ഏറെ സ്നേഹിച്ചിരുന്ന കൂട്ടുകാരും ഇന്ന് അവളോട് മിണ്ടാറില്ല. അച്ഛൻ വരും. പതിവ് പോലെ ദൂരെ നിന്ന് തന്നെ അയാൾ ആ തൊപ്പി ഊരി തന്നെ അഭിവാദ്യം ചെയ്യും. പിന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കും. അവൾ ഉറച്ചു വിശ്വസിച്ചു. ഒടുവിൽ സോവിയറ്റ് യൂണിയന്റെ പ്രത്യാക്രമണങ്ങൾക്ക് ഫലം കണ്ടു. ജർമ്മൻ സൈന്യം പതിയെ പിന്തിരിയാൻ ആരംഭിക്കുന്നു. അവർ കൈയടക്കിയ പല പട്ടണങ്ങളും സ്വതന്ത്രമാകുന്നു. യുദ്ധത്തടവുകാരെ പലരെയും വിട്ടയച്ചു എന്ന വാർത്തകൾ പത്രങ്ങളിൽ നിറഞ്ഞു. പിന്നീടും മാസങ്ങൾ കടന്നു. ആന്റണി മാത്രം വന്നില്ല. അയാൾക്കായി മരിയറ്റ് മാത്രം കാത്തിരുന്നു. അങ്ങനെയിരിക്കെ ഒരു രാത്രി മരിയറ്റ് ഒരു സ്വപ്നം കാണുന്നു. അച്ഛൻ പട്ടണത്തിൽ തൻ്റെ കടയിൽ കച്ചവടം നടത്തുകയാണ്. പെട്ടെന്ന് പട്ടണത്തിൻ്റെ ആകാശത്ത് ജർമ്മൻ വിമാനങ്ങൾ വട്ടമിടുന്നു. എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുന്നേ ഒരു ബോംബ് ആ പട്ടണത്തിൽ വന്നു വീഴുന്നു. അതിൻ്റെ ചിതറിത്തെറിച്ച ഷെൽ വെടിയുണ്ടകൾ പോലെ അയാളുടെ ദേഹത്ത് തറഞ്ഞു കയറി. ബോധം നഷ്ടപ്പെട്ട് കിടന്ന അയാളെയും മറ്റുള്ളവരെയും ശത്രുസൈന്യം വലിച്ചെടുത്ത് ട്രക്കുകളിൽ കയറ്റി. ബോധം തെളിയുമ്പോൾ അയാൾ ഒരു മിലിറ്ററി ജനറലിൻ്റെ വസതിയിലാണ്. അസഭ്യം പറഞ്ഞും അടിച്ചും തൊഴിച്ചുമൊക്കെ അയാൾ അവളുടെ അച്ഛനെ ഒരു അടിമയെ കൊണ്ടെന്ന പോലെ ജോലി ചെയ്യിപ്പിക്കുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ബന്ദികളെ വിട്ടയക്കുന്നു എന്ന വാർത്ത കേട്ടതോടെ അച്ഛനും തനിക്ക് തിരികെ പോകാം എന്ന് പ്രതീക്ഷിച്ചു. എങ്കിലും അയാൾ അച്ഛനെ വിടാൻ കൂട്ടാക്കുന്നില്ല. അച്ഛൻ ആകെ ക്ഷീണിച്ചിരിക്കുന്നു. തന്നെപ്പറ്റിയും അമ്മയെപ്പറ്റിയുമുള്ള ചിന്തകൾ അയാളുടെ മനോനിലയെപ്പോലും വല്ലാതെ ബാധിച്ചിരിക്കുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ ആന്റണി അയാളുടെ കാൽക്കൽ വീഴുന്നു. കുടുംബത്തെപ്പറ്റിയും മകളെപ്പറ്റിയും പറഞ്ഞ് തന്നെ തിരികെ വിടണം എന്നയാൾ യാചിക്കുന്നു. അതിൽ അരിശം പൂണ്ട മിലിറ്ററി ജനറൽ അടുത്തുണ്ടായിരുന്ന ഒരു റൈഫൽ എടുത്ത് അതിൻ്റെ പാത്തി കൊണ്ട് തൻ്റെ അച്ഛൻ്റെ തലയിൽ ആഞ്ഞടിക്കുന്നു. അപ്പോഴേക്കും മരിയറ്റ് ഞെട്ടി എണീറ്റു. അവൾ ആകെ വിളറി വെളുത്തു. അവളുടെ തൊണ്ട വരണ്ടു. അവൾക്ക് പിന്നീട് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആ രാത്രി അവൾ വീടിന് പുറത്തേക്ക് ഇറങ്ങിയോടി. വീടിൻ്റെ പടിവാതിലിൽ അവൾ തളർന്നിരുന്നു. ദൂരെ പാലത്തിൽ അവൾ എന്തോ ഒരു നിഴൽ കണ്ടു. ഏറെ പായം ചെന്ന ആരോ ആണ്. കൂനിക്കൂടി മുടന്തി നടക്കുകയാണ് അയാൾ. എന്തെന്നില്ലാത്ത ഒരു ഭയം അവളിലുണ്ടായി. അവൾക്ക് അനങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പടിവാതിലിൽ തന്നെ അവൾ മരവിച്ചു നിന്നു. വേച്ചു വേച്ച് നടന്ന് ആ നിഴൽ തൻ്റെ അടുക്കൽ എത്താറായി. അയാൾ എന്തോ ഉയർത്തിക്കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. താടിയും മുടിയും നീണ്ടു വളർന്ന അയാളുടെ മുഖത്ത് ഇനിയും ഉണങ്ങാത്ത മുറിവുകളുണ്ട്. പെട്ടെന്ന് ധൈര്യം സംഭരിച്ച അവൾ ഓടിപ്പോയി ഒരു റാന്തൽ തെളിയിച്ചു കൊണ്ടുവന്നപ്പോഴേക്കും അയാൾ തൊട്ടടുത്തെത്തിയിരുന്നു. കയ്യിലുള്ള പൊതി അയാൾ അവൾക്കു നേരെ നീട്ടിപ്പിടിച്ചു. ചെറുതല്ലാത്ത ഒരു ഭയത്തോടെ അവൾ അയാളുടെ കയ്യിലേക്ക് നോക്കി. റാന്തലിൻ്റെ അരണ്ട വെളിച്ചത്തിൽ അവൾ അയാളുടെ കയ്യിൽ ആ വസ്തു കണ്ടു. പഴകി നശിച്ച നിറം മങ്ങിയ ചുവന്ന കടലാസിൽ പൊതിഞ്ഞ ഒരു പൊതി മുട്ടായി. അവളുടെ അച്ഛൻ കൊണ്ടുവന്നിരുന്ന അതേ മുട്ടായി.